ഇപ്പൊ പറ്റിയൊരവസരം. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ സുഖമായിട്ട് അർജുനേട്ടന്റെ ഡിവോഴ്സ് നടക്കും. ഇവൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ തെക്കുംകൂർ കോവിലത്തെ റോഷ്നിയുമായിട്ടുള്ള ബന്ധം നമുക്കങ്ങ് നടത്താം. മിണ്ടരുത് നീ. അർജുൻ തന്നെ ഇനി മറ്റൊരു ബന്ധമായിട്ട് വന്നാലും അതിനി ഞാൻ സമ്മതിക്കില്ല. ഏത് കുബേരന്റെ മകളാണെങ്കിലും. അമ്മേ, അമ്മ ആഗ്രഹിച്ചത് തന്നെയല്ലേ ദൈവം നടപ്പാക്കി തന്നത്? അങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചതിന് ദൈവത്തോട് ഓരോ നിമിഷവും മാപ്പിരുന്നോണ്ടിരിക്കടി ഞാനിപ്പോ. ഇന്നലെ വരെ ഇവൾ എനിക്ക് അന്യായിരുന്നെങ്കിൽ ഇപ്പോഴിവളെന്റെ അർജുന്റെ കുഞ്ഞിന്റെ അമ്മയാ. ഇനി ജീവിത അവസാനം വരെ ഇവൾ മാത്രമായിരിക്കും അർജുന്റെ കൂട്ട്. നിന്നെ അർജുനെയും തമ്മിൽ പിരിക്കാൻ ഇനി അമ്മ ശ്രമിക്കില്ല മോളെ. അതിനി ആര് ശ്രമിച്ചാലും അത് സമ്മതിക്കുകയില്ല. വസ്മതിയുടെ വാക്കായത്. ഈ ഒരു വാക്കിന്റെ നാവീന്ന് കേൾക്കാൻ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴത് കേൾക്കുമ്പോ നിന്റെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയല്ലോ മോളെ നീ. നിന്നോട് ഈ വാക്ക് കുറച്ചു മുമ്പേ പറയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക്. നിന്നെ പഴയപടി എഴുന്നേപ്പിച്ച് നടത്തും ഈ വസ്മതിയമ്മ. അതിനുവേണ്ടി വ്രതം എടുക്കാൻ പോവാ ഞാൻ. കാഠിന്യ വ്രതം. അമ്മേ, മിണ്ടരുത് നീ. കൂടെ വന്നാ മതി. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പോയിട്ട് വരാം. വാ. എങ്ങനെയാ ഇനി ബാക്കി കാര്യങ്ങൾ? ഞങ്ങൾക്ക് സത്യാമ്മയുടെ അടുത്തേക്ക് പോണ ആന്റി. ഞങ്ങള് പഞ്ചകൈലാസത്തിൽ നിന്ന് വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുക സത്യാമ്മ. അപ്പൊ പ്രീതിയുടെ കാര്യം തൽക്കാലം അറിയിക്കുന്നില്ല. ഹാർട്ട് പേഷ്യന്റ് അല്ലേ സത്യാമ്മ. പെട്ടെന്ന് ചിലപ്പോ താങ്ങാനായിന്ന് വരില്ല. ഇപ്പൊ പ്രീതി വരാത്ത എന്താന്ന് ചോദിച്ചാ തൽക്കാലം എന്തെങ്കിലും കള്ളം പറയാം. അർജുനായിട്ട് പ്രീതിക്കൊപ്പം ഇവിടെ നിൽക്കട്ടെ. സുസ്മിത എന്റെ കൂടെ വരട്ടെ. എങ്കിൽ കുഞ്ഞിന് ഞങ്ങളുണ്ട് കൊളശാലിനി. ആന്റി, അത് ഇത്രയും അസുഖങ്ങളുള്ള സമയത്ത് മോളെ അധിക സമയം ഹോസ്പിറ്റലിൽ നിർത്തുന്നത് ശരിയല്ല. പക്ഷെ അർജുന്റെ മോളല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. ചിത്രേ, കുഞ്ഞിനെ വാങ്ങ. ഇനിതാ. ഇങ്ങത്താ. കൊടുക്കാനല്ലേ പറഞ്ഞത്?
ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം അർജുൻ. വാ. ഹോ, രക്ഷപ്പെട്ടു. ഇനി ആ കുട്ടിപ്പിശാശിന്റെ കീറല് കേക്കണ്ടല്ലോ. ആന്റി, നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വരുന്നേ? അത് പിന്നെ ആന്റി, പിന്നെ മോള് നിന്നെ കണ്ട മോള് കരയും. ഈ പ്രായത്തിൽ ഓരോ ദുശീലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രീതി ഈ കിടപ്പിന്ന് എഴുന്നേറ്റാലും ഇല്ലെങ്കിലും ഇത് അർജുന്റെ കുഞ്ഞാ. ഇവളുടെ അവകാശം മറ്റാരേക്കാളും ഇവളുടെ അച്ഛന്റെ വീട്ടുകാർക്കാ. അതായത് ഞങ്ങൾക്ക്. ഞാനൊരു അവകാശ തർക്കത്തിന് വന്നില്ലല്ലോ ആന്റി. ആ, വരരുത്. അതാണ് നല്ലത്. നടക്കടി. ആരെങ്കിലും കണ്ടാ വിചാരിക്കുമല്ലോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവാണെന്ന്. ഇതുവരെ ഒറ്റയ്ക്കാ ഫൈറ്റ് ചെയ്ത് നിന്നത്. ഇനി അങ്ങോട്ട് സെന്റിമെന്റ്സും കേസും ഒക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ച് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ കൂടെ വേണം. ഹലോ. ആ, അമ്മ ഇപ്പോ നാട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ട് മോളെ. എങ്കിൽ പെട്ടെന്നൊന്ന് ഭാമാന്റിയുടെ വീട്ടിലേക്ക് വരുമോ? എന്താ എന്താ മോളെ? അമ്മ വന്നാ മതി, കാര്യം നേരിട്ട് പറയാം. എന്തിനായിരിക്കും അവള് വിളിച്ചത്? ശാലിനി, ഇനി നീ കാണാൻ പോകുന്നത് നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമാ.
ഉറങ്ങിക്കോളും. തൊട്ടിൽ കിടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഞെട്ടി എഴുന്നേറ്റ് കരയും. ഇപ്പൊ കുപ്പിപ്പാല കൊടുക്കുന്ന അതവള് ശീലിച്ചു വരുന്നേ ഉള്ളൂ. ഒറ്റയടിക്ക് കുടിക്കില്ല. കുറേശ്ശെ കുടിച്ചിട്ട് മുഖം തിരിച്ചു കളയും. മുഴുവനും കുടിപ്പിക്കാൻ നോക്കിയ തട്ടി മാറ്റി കളയും കുപ്പി. പിന്നെ കാച്ചി എണ്ണയെ തേച്ച് കുളിപ്പിക്കുന്ന അതും അവളുടെ ചില അത്യാവശ്യ സാധനങ്ങളുണ്ട്. സ്ഥിരം തേക്കുന്ന സോപ്പ്, ഇഷ്ടമുള്ള ടവല്, ഡ്രസ്സ് അതൊക്കെ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചകലാസ്തി പോയപ്പോഴേ ഞാനതെല്ലാം എടുത്തു തരാം. ഉറങ്ങിക്കഴിയുമ്പോ നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോ. ഉണർന്നിരിക്കുമ്പോ ഇവൾക്കെന്നെ എന്നെ പിരിയാൻ വിഷമായിരിക്കും. നിങ്ങക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് ഉറക്കിത്തരാം. വേണ്ട. ഇത്രയൊക്കെ ഇവളെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത നീ ഉള്ളപ്പോ ഇവളെന്തിനാടി ഞങ്ങളോട് പോകുന്നേ? എന്റെ മകന്റെ ചോരയാണെന്നുള്ളതിന്റെ പേരിലോ? അതിനേക്കാളും വലിയ സ്നേഹബന്ധമാ നിങ്ങൾക്കിടയിലുള്ളത്. അതിനു മുമ്പിൽ പുത്തേഴത്ത് വസ്മതി കുഞ്ഞമ്മ തോറ്റു. നീ തന്നെ നോക്കിക്കോ ഇവളെ. ഒന്നും കാണാത്തയാളല്ല ദൈവം. പ്രീതിക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരാനുണ്ടെന്ന് കരുതി തന്നെ ആവണം ദൈവം മോക്ക് അമ്മയേക്കാൾ സ്നേഹമുള്ള ഒരു ആന്റിയെ കൊടുത്തത്. വാ. ശാലിനി, മോളെ അവർ കൊണ്ടുപോയില്ലേ? ഇല്ല അർജുനേട്ടാ, ഞാൻ തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. വസുമതി ആന്റി മോളെ തിരിച്ചേൽപ്പിച്ചു. അത് നന്നായി. ഈ ചീവീടിന്റെ കീറൽ കേട്ട് സ്വൈര്യം കേട്ട് അവര് തിരിച്ചുകൊണ്ടൊന്ന് വിട്ടതാവും. 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയാലും ഇതുപോലുള്ള സാധനത്തെ 1 രൂപ വാങ്ങാതെ തിരിച്ചുകൊണ്ടുവന്ന് വിടും. അതിനിടയിൽ നല്ലമ്മ ചമയാൻ ഇവളൊരുത്തി. സുസ്മിത എന്തേ? അർജുനേട്ടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ ശാലിനി കൊണ്ടുപോവല്ലേ? മോളെ ഞാനും നിർത്തോട്ടെ. മോളെ സത്യാമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? അല്ല അർജുനേട്ടാ, ആദ്യം പോവേണ്ടത് രോഹിത്തിന്റെ വീട്ടിലേക്കാ. നടന്നു
നടന്ന സംഭവങ്ങൾ അറിയിക്കണം. മകൻ തിരിച്ചെത്തുന്നതും കാത്ത് ഒരമ്മ ഇരിപ്പുണ്ട്. അവൻ ഇനി തിരിച്ചു വരില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതിലേ ഉള്ളൂ ഒരു സങ്കടം. കാണാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ. വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ വൈകിയത്? നോക്കിയിരുന്ന എന്റെ കണ്ണ് കഴിച്ചു. അവരൊക്കെ എവിടെ? രോഹിത്തും അർജുനും പ്രീതിയൊക്കെ? വിഷ്ണുവിനെ കാണാനില്ലല്ലോ. അവരൊക്കെ പിന്നാലെ വേറെ വണ്ടിയെ വരുന്നുണ്ടാവും അല്ലേ?